പള്ളിയുടെ സ്വത്തിൽ നിന്നും ഭാരവാഹി സ്വന്തം പേരിൽ ഭൂമി വാങ്ങിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയതായി മുൻ പള്ളി കമ്മിറ്റി അംഗങ്ങൾ. അനധികൃത ഭൂമി സമ്പാദനത്തെക്കുറിച്ച് വഖഫ് ബോർഡിന് പരാതി നൽകിയിട്ടും ഫലമില്ല. പാലക്കാട് പെരുവമ്പ് പഞ്ചായത്തിലെ വടകര പള്ളിയിലെ ഫണ്ടിൽ നിന്നാണ് 2007 അനധികൃതമായി പണമെടുത്ത് ഭൂമി വാങ്ങിയത്. പള്ളിയുടെ കീഴിൽ യത്തീംഖാനയ്ക്കായി ഭൂമി വാങ്ങിക്കണമെന്ന തീരുമാനത്തെ മറയാക്കിയാണ് പള്ളി കമ്മിറ്റി ഭാരവാഹിയായ അലിമുത്ത 1.75 ഏക്കർ ഭൂമി വാങ്ങിയതെന്ന് പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ പൊളിറ്റിക്സ് അല്ല വിഷയം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരുപാട് തലമുറ ജീവിച്ചു വന്നതാണ് ഇവിടെ. പോലീസ് ഇടപെട്ടു. കൊടുത്തപ്പോ അയാള് CI വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മധ്യസ്ഥം വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടക്കില്ല. അവര് ഈ ഫൈന് കെട്ടണം, ഞങ്ങൾക്ക് വക്കീലൊക്കെ ചെലവായ പൈസയും മറ്റനുബന്ധ ചെലവുകൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരെ തിരിച്ചെടുക്കുകയുള്ളൂ. അത് ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണ്? പള്ളിയിലേക്ക് വരുന്ന പണവും സമ്പത്തും സ്വന്തമാക്കാനായി അലിമുത്തുവും മറ്റ് 7 പേരും ചേർന്ന് അവർ രൂപീകരിച്ച പള്ളിയെ ട്രസ്റ്റിന് കീഴിലാക്കി. വഖഫ് നിയമങ്ങളുടെ പരിപൂർണ ലംഘനമാണ് വടകര പള്ളിയിൽ നടന്നത്. ക്രമക്കേടുകൾ വഖഫ് ബോർഡ് തിരിച്ചറിയുകയും ഭൂമി തിരിച്ചുപിടിക്കാൻ അലിമുത്തുവിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനും ഭൂമി തിരിച്ചുപിടിക്കാനും വഖഫ് ബോർഡ് ഇതുവരെ തയ്യാറായിട്ടില്ല. അലിമുത്തുവിന്റെ കുടുംബത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് പള്ളിയിൽ നടക്കുന്നത് കുടുംബാധിപത്യമാണ്. അനീതിക്കെതിരെ പ്രതികരിച്ചതിനെ തുടർന്നാണ് 10ഓളം കുടുംബങ്ങൾക്ക് മേൽ സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്. ഊരുവിലക്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയില്ല. അലിമുത്തുവും വേണ്ടപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ച ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അവർ പറഞ്ഞു. M. സക്കറിയ, K. ഹൈദ്രോസ്, M. മുഹമ്മദ് റാഫി, S. സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.